ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അർജന്റീനയുടെ പരിശീലകനായ സ്കലോണിയുടെ കോൺട്രാക്റ്റ് ഈ ഡിസംബർ മാസത്തോടു കൂടി അഥവാ ഈ വർഷത്തോടു കൂടി പൂർത്തിയാവുകയാണ്. അത് ഇതുവരെ പുതുക്കിയിട്ടില്ല. ഡിസംബർ മാസത്തിനപ്പുറത്തേക്ക് തുടരുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം സ്കലോണി പറഞ്ഞിരുന്നു. അതായത് ഒരു രാജ്യസൂചനയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. പക്ഷേ പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് സ്കലോണിയുടെ കോൺട്രാക്റ്റ് പുതുക്കാൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഉള്ളത് എന്നാണ്. ഏതായാലും സ്കലോണി പോയി കഴിഞ്ഞാൽ ആരായിരിക്കും അദ്ദേഹത്തിന്റെ പകരമായി കൊണ്ടുവരിക? അത് ആരാധകർക്ക് അറിയേണ്ട കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട 4 സാധ്യതകൾ പ്രമുഖ മാധ്യമമായ ഓ ഗ്ലോബോ എസ്പോർട്ടസ് ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ സാധ്യത പാബ്ലോ ഐമർ ആണ്. അതായത് അർജന്റീൻ ഇതിഹാസമാണ് പാബ്ലോ ഐമർ. മാത്രമല്ല സ്കലോണിയുടെ അസിസ്റ്റന്റ് പരിശീലകൻ കൂടിയാണ് ഐമർ. അദ്ദേഹത്തെ വേണമെങ്കിൽ മുഖ്യ പരിശീലകനാക്കിക്കൊണ്ട് നിയമിക്കാം എന്നുള്ളതാണ്. സ്കലോണി വന്ന വഴി നമുക്കെല്ലാവർക്കും അറിയാം. സാമ്പോളിയുടെ അസിസ്റ്റന്റ് പരിശീലകനായിക്കൊണ്ടാണ് സ്കലോണി വന്നത്. അതിനുശേഷമാണ് അദ്ദേഹം മുഖ്യ പരിശീലകനായത്. വേണമെങ്കിൽ അതേ വഴി തന്നെ പാബ്ലോ ഐമറിന് സ്വീകരിക്കാം എന്നുള്ളതാണ്. അദ്ദേഹമാണ് ഒന്നാമത്തെ ഓപ്ഷൻ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ മാഴ്സലോ ഗല്ലാർഡോ. അർജന്റീനയിലെ വളരെ പ്രശസ്തനായ ഒരു പരിശീലകനാണ് മാഴ്സലോ ഗല്ലാർഡോ. നേരത്തെ അർജന്റീനയ്ക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട്. മാത്രമല്ല പ്രമുഖ അർജന്റീൻ ക്ലബ്ബായ റിവർ പ്ലേറ്റിനെ പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. സൗദി ക്ലബ്ബായ അൽ ഇത്തിഹാദിനെയും അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. തൻ്റെ മികവ് അദ്ദേഹം പരിശീലക രംഗത്ത് തെളിയിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു ഓപ്ഷൻ ഡിയേഗോ സിമിയോണിയാണ്. നമുക്കറിയാം അത്ലറ്റിക്കോ മാഡ്രിഡിനെ ദീർഘകാലമായി കൊണ്ട് പരിശീലിപ്പിക്കുന്ന അർജന്റീൻ പരിശീലകനാണ് ഡിയേഗോ സിമിയോണി. അദ്ദേഹത്തിന്റെ മകനായ ജൂലിയാനോ സിമിയോണി അർജന്റീന ടീമിന് വേണ്ടി ഇപ്പോൾ കളിക്കുന്നുണ്ട്. അദ്ദേഹമാണ് മൂന്നാമത്തെ ഓപ്ഷൻ. ഇനി നാലാമത്തെ ഓപ്ഷൻ മൗറീസിയോ പോച്ചറ്റിനോ. വളരെ ഫേമസ് ആയ അർജന്റീൻ പരിശീലകനാണ് പോച്ചറ്റിനോ. നിലവിൽ അമേരിക്കൻ ദേശീയ ടീമിന്റെ പരിശീലകനാണ് അദ്ദേഹം. പക്ഷേ വേണമെങ്കിൽ അദ്ദേഹത്തെ അർജന്റീനക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. ഇങ്ങനെയാണ് 4 ഓപ്ഷനുകളായിക്കൊണ്ട് വരുന്നത്. ഏതായാലും സ്കലോണി തുടരും എന്നാണ് അർജന്റീൻ ആരാധകർ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇനി അഥവാ അദ്ദേഹം പടിയിറങ്ങിയാൽ പകരം ആര് വരണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം? ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പങ്കുവെക്കാം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.